യാത്രകൾ ഇഷ്ടപ്പെടാത്തതായി ആരും തന്നെ കാണില്ല. ജീവിതത്തിലെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് യാത്ര ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ബാംഗ്ലൂർ വഴി മൈസൂരിലൂടെ കബിനി വൈൽഡ് ലൈഫ് കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. അപ്പം ബാംഗ്ലൂർ നൈസ് റോഡിലുള്ള യാത്രയാണ്. മനോഹരമായ റോഡുകളാണ് ബാംഗ്ലൂരിലുള്ളത്. അപ്പോൾ ഈ നൈസ് റോഡിൽ നിന്ന് നേരെ നമ്മൾ പുതിയ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലാണ് കയറിയിരിക്കുന്നത്. ഇതൊരു ഫ്ലൈഓവർ പോലുള്ള റോഡാണ്. 6 ലൈൻ റോഡാണ്. 1 സൈഡ് 3 ലൈനാണ്. അപ്പോൾ ഒരു ട്രാഫിക്കും ഇല്ലാതെ ഡയറക്റ്റ് നമുക്ക് മൈസൂരിൽ ചെന്നിറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഈ റോഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ തിരക്കുകളൊന്നും ഇല്ലാതെ വളരെ അനായാസം നമുക്ക് മൈസൂരിൽ ചെന്നെത്താം. മനോഹരമായ കാഴ്ചകൾ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പോൾ കാണുന്നത് വലിയൊരു പാറയാണ്. അപ്പോൾ ആ പാറയുടെ മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 100 കിലോമീറ്ററാണ്. ഇത് ഇങ്ങനെ പോയപ്പോൾ നമ്മുടെ ആനവണ്ടിയാണ്, സ്വിഫ്റ്റ് KSRTC സ്വിഫ്റ്റാണ്. സീറ്റർ കം സ്ലീപ്പർ ബസ്സാണ് ഈ പോകുന്നത്. നാട്ടിലേക്കുള്ള ബസ്സാണ്. അങ്ങനെ മൈസൂരിലെത്തി. മൈസൂർ പാലസിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. മൈസൂർ സിറ്റിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് സിറ്റിയിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പൂത്തൊലഞ്ഞു നിൽക്കുന്ന മരങ്ങളും ദൂരെ കാണുന്ന മലയൊക്കെ മനസ്സിന് വളരെ കുളിർമ നൽകുന്നൊരു അനുഭവം തന്നെയാണ്. ഉച്ച സമയമായി. ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും നിർത്തണം. കർണാടകയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഈ കാണുന്ന കമത്ത് റെസ്റ്റോറൻറ്റ്. അപ്പോൾ കമത്തിൻ്റെ മധുവൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് നമ്മളായിരിക്കുന്നത്. കമത്ത് പ്യുവർ വെജ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ ഇലയിലുള്ള ഊണ് ലഭിക്കും. സിറ്റിയുടെ നടുവിൽ തന്നെ ഒരു ചെറിയ ഉദ്യാനം പോലെ ഉണ്ടാക്കിയിരിക്കുന്നൊരു റെസ്റ്റോറൻ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കാം. നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇലയിലുള്ള ഒരു ഊണാണ് നമുക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് സ്നാക്സും കുറച്ച് ഇലവർഗ്ഗങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവരിവിടെ നമുക്ക് മോരുമുള്ള സംഭാരമാണ് കുടിക്കാൻ തരുന്നത്. പച്ചവെള്ളത്തോടൊപ്പം തന്നെ സംഭാരവും തരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കർണാടക സ്റ്റൈലുള്ള കൂട്ടാനൊക്കെയാണ്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഊണ് തന്നെയാണ്. പിന്നെ പച്ചരി ചോറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൈസൂർ വരുമ്പോൾ നല്ലൊരു കർണാടക സദ്യ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കമത്ത് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ആദ്യം ഇവിടെ ചപ്പാത്തിയാണ്. ചപ്പാത്തിക്കകത്ത് ഒരു ബട്ടർ സെപ്പറേറ്റ് നമുക്ക് തരും. ആവശ്യമുള്ളവർക്കത് ബട്ടർ പുരട്ടി കഴിക്കാം. പിന്നീട് പച്ചരി ചോറാണ് അവർ ഇടാൻ പോകുന്നത്. വളരെ നല്ല സ്വാദിഷ്ടമായ ഊണായിരുന്നു. 250 രൂപ മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ വീണ്ടും മൈസൂരിൽ നേരെ കബിനിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ കബിനിയിൽ നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ മൈസൂരിലുള്ള വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ഒരിക്കലും മടുക്കാത്ത ഒരു കാര്യമാണ് യാത്ര എന്ന് പറയുന്നത്. എത്ര യാത്ര ചെയ്താലും മതിവരാത്ത ഒരു അനുഭവമാണ്. അതും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള റോഡുകളിലുള്ള യാത്ര തീർച്ചയായിട്ടും മനസ്സിന് വളരെ കുളിർമ നൽകുന്നൊരു അനുഭവമാണ്. അങ്ങനെ നമ്മൾ കബിനി ലേക്ക് വ്യൂ റിസോർട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കബിനി എന്ന് പറയുന്നത് ഒരു നദിയാണ്. ഈ നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റിസോർട്ടാണ് കബിനി ലേക്ക് വ്യൂ റിസോർട്ട് എന്നുള്ളത്. അപ്പോൾ ഈ റിസോർട്ടിലാണ് ഇന്ന് രാത്രി നമ്മൾ താമസിക്കുന്നത്. ഇവിടെ 3 നേരം ഭക്ഷണവും പിന്നെ ജീപ്പ് ട്രക്കിങ്, കാട്ടിലൂടെയുള്ള യാത്രകളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. നമ്മുടെ വണ്ടി തന്നെ ഇവിടെ പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് പിന്നെ അകത്തോട്ട് നമ്മൾ നടന്നാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. മനോഹരമായ പുഴയുണ്ട്. നമുക്ക് സന്ധ്യാസമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്നാൽ സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ മീൻ പിടിക്കുന്നവരൊക്കെ കാണാം. കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. നല്ല പുൽത്തകിടിയാണ്. അപ്പോൾ വളരെ ശാന്തമായൊരു പ്രദേശം. നമുക്ക് സൈലൻ്റായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് ഈ ഒരു ഭാഗം. ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്. മറ്റേ അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ നല്ല വെള്ളം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് നമുക്ക് അധികം വെള്ളമൊന്നുമില്ല. ഇതിപ്പോൾ റിസോർട്ടിൻ്റെ അകത്തും നമുക്ക് ഈ ലേക്കിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് റിസോർട്ടിൻ്റെ അകത്തു നിന്നുള്ളൊരു കാഴ്ചയാണ്.
ഇങ്ങനെയുള്ള ട്രയാങ്കിൾ ഷേപ്പിൽ ഉള്ള റൂംസാണ് ഇവിടെ ഉള്ളത്. ട്രീറ്റഡ് വുഡിലുള്ള റൂംസാണ്. ഇതൊരു പ്രകൃതിലോല പ്രദേശമായതുകൊണ്ട് തന്നെ അല്ലാതുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന ടെമ്പററി ആയിട്ടുള്ള ഹട്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നല്ല താമസമാണ്. നമുക്ക് ഈസി റൂംസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതാണ് ഇന്ന് രാത്രി നമ്മൾ താമസിക്കുന്ന റൂം. ഇതാണ് പുറത്തൊരു ചെറിയൊരു സിറ്റ് ഔട്ട് പോലൊരു സംഭവമാണ്. നമുക്ക് ഇവിടെ നല്ല കാഴ്ചകളാണ്. നമുക്ക് എല്ലാ ഹട്ടുകളും നല്ല സ്പേഷ്യസുമാണ്. അതുമാത്രമല്ല എല്ലാം കുറച്ച് ദൂരം മാറി മാറി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൈവസി ഇവിടെ ലഭിക്കും. അപ്പോൾ ഇതൊരു ഇച്ചിരൂടെ വളരെ സിംഗിൾ ഒരാളെ ഉള്ളതുകൊണ്ട് ചെറിയൊരു റൂമാണിത്. ഇത് മാത്രമേ ഉള്ളൂ ഏറ്റവും ചെറിയ റൂം. പിന്നെ നല്ല മനോഹരമായൊരു ബാത്റൂം ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ട്രീറ്റഡ് വുഡാണ്. അപ്പോൾ ഇവിടുത്തെ ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത്. അപ്പം ഈ ഡൈനിങ് ഹാളിലും നമുക്ക് മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കുന്ന നല്ല ശുദ്ധവായുവും ആസ്വദിച്ചുകൊണ്ട് നമുക്ക് 3 നേരവും ബുഫേ ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ എല്ലാം നല്ല അടിപൊളി ഫുഡാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. സൂപ്പ് സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാർട്ടേഴ്സും വെജും നോൺ വെജും എല്ലാം നമുക്ക് ഇവിടെ അവർ അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഡെസേർട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ശരിക്കും ഫുഡിനെ കുറിച്ചൊരു പരാതി ആരും പറയത്തില്ല. പിന്നെ മനോഹരമായി ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് തന്നെ വളരെ ആസ്വാദ്യകരമായൊരു കാര്യമാണ്. ഈ കാണുന്ന കസേരകളിട്ടിരിക്കുന്നത് നൈറ്റ് ഫയർ ക്യാമ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ രാത്രി നമുക്ക് ഇവിടെ ഒരു ഫയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിന് ചുറ്റും ഇരിക്കാം. അപ്പോൾ രാത്രി തീ കായാനുള്ളൊരു സ്ഥലമാണ്.